രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ഒരു പുതിയ ഭരണ സംവിധാനം വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ സർക്കാർ നമ്മുടെ കേരളത്തിൽ രൂപീകൃതമായിരിക്കുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തായിരിക്കും ചെയ്യുക? രാഷ്ട്രീയമായി BJPയുടെ ചേരിയിലല്ല കോൺഗ്രസ്, എന്നാൽ പോലും എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് കേരളം എന്ന സംസ്ഥാനത്തിനും പുതിയ സർക്കാരിനും ആശംസകൾ അറിയിച്ചുകൊണ്ട്, ഭാവുകങ്ങൾ നേർന്നുകൊണ്ട്, പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തൻ്റെ എക്സ് ഹാൻഡിലിൽ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. എല്ലാവിധ പിന്തുണയും കേരളം എന്ന സംസ്ഥാനത്തിനും സർക്കാരിനും കേരളത്തിലെ ജനങ്ങൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത് എന്നത് തീർച്ചയായിട്ടും ശ്രദ്ധേയമായ വിവരമാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു ശ്രീ വി ഡി സതീശൻ ജി on taking oath as the Chief Minister of Kerala. My best wishes for his tenure. The central government assures all possible support for the newly formed Kerala government in fulfilling the aspirations of the people. മലയാളം വായിക്കാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി ഡി സതീശൻ ജിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിന് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി പുതുതായി രൂപീകൃതമായ കേരള ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ് എല്ലാവിധ പിന്തുണയും ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അതായത് രാഷ്ട്രീയമല്ല ഇവിടെ വിഷയം, ഇവിടെ ആശയപരമായ ഭിന്നതയല്ല വിഷയം, വിശ്വാസങ്ങളുടെ ഭിന്നതയല്ല വിഷയം, അടിസ്ഥാന തത്വങ്ങളുടെ ചിന്താഗതികളുടെ ഒന്നും വ്യതിയാനങ്ങളല്ല ഇവിടെ വിഷയം. ഇവിടെ ജനങ്ങളാണ് വിഷയം. ഇവിടെ ജനങ്ങളുടെ നന്മയാണ് പ്രശ്നം. അത് പരിഹരിക്കണം. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി, നാടിൻ്റെ വികസനത്തിന് വേണ്ടി, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി, പാവപ്പെട്ടവനെ കൈപിടിച്ചുയർത്താൻ, സ്ത്രീകളെ, കുട്ടികളെ എല്ലാത്തിലും പ്രാപ്തരാക്കാൻ, കേരള ജനതയ്ക്ക് ഒപ്പം നിൽക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം വാക്ക് കൊടുത്തിരിക്കുന്നു. അങ്ങനെ വെറുതെ വാക്ക് പറയുന്നയാളല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് എതിർകക്ഷികൾക്ക് പോലും അറിയാം, കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും അറിയാം. പറഞ്ഞാൽ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്തു കൊടുക്കും. എല്ലാ തരത്തിലുള്ള പിന്തുണയും, സാമ്പത്തികവും അതുപോലെ തന്നെ ധൈഷണികവും ആത്മീയവും അതുപോലെ വിദ്യാഭ്യാസപരവും ആരോഗ്യപരവും നയതന്ത്രപരവും ഭരണപരവുമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കുറിപ്പ് ഇട്ടിരിക്കുന്നത്. പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ ജിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരുമായി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, എങ്കിലും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരുമായി, കേന്ദ്ര സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ കേരള സർക്കാർ, പുതിയ കേരള സർക്കാർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കൃത്യമായ ഇടപെടലുകൾ നടത്തി കാര്യങ്ങൾ നേടിയെടുക്കാനും കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനും ശ്രമിക്കും എന്ന് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നു. നമുക്കെല്ലാം വിശ്വാസമുണ്ട് അതുതന്നെ സംഭവിക്കും എന്ന്. അപ്പോൾ ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, ഓരോ അപാലവൃദ്ധം ജനങ്ങൾക്കും വേണ്ടി ക്രിയാത്മകമായ ഒരു സർക്കാരായി കേന്ദ്ര സർക്കാരുമായി യോജിച്ച് ഒക്കെ തന്നെ പ്രവർത്തിച്ച് വേണ്ട നടപടികൾ അടിയന്തരമായി എല്ലാ കാര്യങ്ങളിലും കൈക്കൊള്ളും വി ഡി സതീശൻ സർക്കാർ എന്ന് ഞങ്ങളൊക്കെ തന്നെ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു.